അർജുൻ ആയങ്കിയുടെ സഹോദരൻ അജയ് ആയങ്കിയെ ജാമ്യത്തിലിറക്കാൻ കോഴിക്കോട് എത്തിയത് ഗുണ്ട നേതാവ്. നടക്കാവ് സ്റ്റേഷനിലെത്തിയത് ക്വട്ടേഷൻ സംഘാംഗം. അജയ് ആയങ്കിക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു. കേരളത്തിലെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ താൽപര്യമില്ലെന്നും അഖിൽ ആയങ്കി പറഞ്ഞു. അതേസമയം ജാമ്യമെടുക്കാനെത്തിയ ഗുണ്ട നേതാവ് ഐനീഷിനെ പോലീസ് കരുതൽ തടവിലാക്കി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, എന്തായാലും ആയങ്കിയുടെ എല്ലാ നെറ്റ്വർക്കുകളും ക്ലോസ് ആക്കുന്ന തരത്തിൽ എല്ലാവരെയും പഴുതടച്ചുകൊണ്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആര്യ, ഇന്ന് രാവിലെ ആയിരുന്നു ഈ അർജുൻ ആയങ്കിയുടെ സഹോദരനായിട്ടുള്ള അജയ് ആയങ്കിയെ പോലീസ് പിടികൂടുന്നത്. ഈ പിടികൂടുന്നതിന്റെ കാരണം ഈ അജയ് ആയങ്കി ഈ അർജുൻ ആയങ്കിക്ക് വേണ്ടി ഒരു ക്രൗഡ് ഫണ്ടിംഗ് നടത്തി എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു QR കോഡൊക്കെ വെച്ചുകൊണ്ട് ഈ ഫണ്ടിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഈ അർജുൻ ആയങ്കിയുടെ സഹോദരനായിട്ടുള്ള അജയ് ആയങ്കിയെ നടക്കാവ് പോലീസ് പിടികൂടുന്നത്. ഈ പിടികൂടിയതിൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇത്തരം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ 16,000 രൂപ ലഭിച്ചു എന്നും അത് വക്കീലിന് നൽകിയിട്ടുണ്ട് എന്നുകൂടി ഈ അജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ അജയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടി ജാമ്യമെടുക്കാൻ വന്നതാണ് ഈ ഐനീഷ് എന്ന് പറയുന്ന ഗുണ്ട നേതാവ്. ഈ ജാമ്യമെടുക്കുന്ന സമയത്ത് ഈ ജാമ്യത്തിനായി വന്ന 2 പേർ ജാമ്യത്തിന് വരണം. ഇവരുടെ വിവരങ്ങൾ പോലീസ് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഐനീഷ് എന്ന് പറയുന്നത് ഒരു ഗുണ്ട നേതാവാണെന്ന് പോലീസ് കണ്ടെത്തുകയും ഈ ഐനീഷിനെ കരുതൽ തടങ്കലിൽ പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അർജുൻ ആയങ്കിയുടെ സഹോദരനായിട്ടുള്ള ഈ അജയ് ആയങ്കിയെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യശ്രീ. യെസ്, വ്യക്തമാണ്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.